എവിടേക്കും പോവാതെ സ്വന്തം വീട്ടിൽ കെട്ടിയൊരുങ്ങി നിൽക്കുന്ന ഏർപ്പാട് നിനക്ക് അത്ര സുഖമായി തോന്നിയില്ല. ഇതെന്തൊരു ഹെവിയാ അമ്മയമ്മ, ചേച്ചിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഗ്രീൻ നെറ്റിന്റെ ഗൗൺ വലിച്ചു പിടിച്ച് നടക്കാൻ നില ഇത്തിരി ബുദ്ധിമുട്ടി. അത് നിന്നോട് ആരെങ്കിലും അത് വലിച്ചു നടക്കാൻ പറഞ്ഞോ? അവിടെ അടങ്ങിയിരിക്കുന്നില്ലേ? നീലിമ അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. കല്യാണ തലേന്നാണ്. ബന്ധുക്കളും അയൽവക്കക്കാരും വന്നും പോയി നിൽക്കാണ്. അവർക്കിടയിൽ ചുമ്മാ ഒരു ടീഷർട്ടും ജീൻസിട്ടും നടന്നവളെ നീലിമ നിർബന്ധിച്ച് ഒരുക്കി നിർത്തിയതാണ്. അടുത്ത ബന്ധുക്കൾക്കും പരിചയക്കാർക്കും തലേന്ന് ചെറിയ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. വരുന്നവരെ സ്വീകരിക്കുന്ന തിരക്കിലാണ് വീട്ടുകാർ. എല്ലാവരും ഓരോന്നും ചെയ്ത് നടക്കുമ്പോൾ ബന്ധുക്കൾക്കിടയിൽ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് നിലയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. വിശ്വജിത്തിന്റെ വീട്ടിലും അത്യാവശ്യം നല്ല പാർട്ടിയും സൽക്കാരവും നടക്കുന്നുണ്ട്. വൃന്ദ അതിന്റെ എല്ലാം ഫോട്ടോസ് അപ്പോൾ പകർത്തി നിലയ്ക്ക് അയക്കുന്നുണ്ട്. അതൊക്കെ നോക്കി ഇരിക്കുന്ന നേരമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നിലയുടെ അടുത്തേക്ക് വരുന്നത്. നില ഫോണിൽ നിന്ന് നോട്ടം മാറ്റി അടുത്ത നാളെ കണ്ടപ്പോൾ നില ശരിക്കും അമ്പരന്നു. ലിൻഡാൻഡി! നില അതിശയത്തിൽ എണീറ്റ് പോയി. സനിക്ക് എത്താൻ കഴിയില്ലെന്ന് അവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആന്റി വരുന്ന കാര്യത്തിൽ അവൻ ഉറപ്പ് പറഞ്ഞിരുന്നില്ല. ആന്റി എപ്പോ വന്നു? സനിച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ലിൻഡ നിലയെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. ഞാൻ രാവിലെ എത്തി മോളെ. അവന് നിർബന്ധമായിരുന്നു മമ്മി പറയാതെ ചെന്ന് നിലയ്ക്ക് സർപ്രൈസ് ആവട്ടെ എന്ന്. ആന്റി ഒറ്റയ്ക്കാണോ വന്നത്? അങ്കിളുണ്ടോ? നിലയ്ക്ക് ലിൻഡയുടെ വരവ് നൽകിയ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല. അങ്കിളില്ല, പക്ഷെ വേറെ ഒരാളുണ്ട്. ലിൻഡ കാണിക്കുമ്പോഴാണ് അവർക്കടുത്ത് തന്നെ നിൽക്കുന്ന പെൺകുട്ടിയെ നില കാണുന്നത്. ഇഷ! ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നെങ്കിലും ആളത് തന്നെയാണെന്ന് നിലയ്ക്ക് ഉറപ്പായിരുന്നു. വായോ ചോദിക്കട്ടെ, ഇയാളെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമാ. നില ഇഷയെ അടുത്തേക്ക് വിളിച്ചിരുത്തി. ഇവരൊക്കെ തന്നെ സനിച്ചേട്ടന്റെ പെണ്ണായി കണ്ടാണ് പരിഗണിക്കുന്നത്. അതോർക്കെ ഇഷയ്ക്ക് ആകെ ഒരു നാണം തോന്നി, ഒപ്പം ഒരു കുളിരും. ഷീജ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി വന്നു. പിന്നെ ഒന്നിച്ചായി വിശേഷം തിരക്കലും സംസാരവും. നില ഇഷയെ ചേർത്ത് പിടിച്ചൊരു സെൽഫി എടുത്ത് സനിക്ക് സെൻഡ് ചെയ്തു. ഒപ്പം ആള് സുന്ദരിയാണെന്നൊരു മെസ്സേജ് കൂടി ചേർത്തപ്പോൾ ഇഷ ആകെ ചുവന്നു പോവുക കൂടി ചെയ്തു. ലിൻഡ നിലയ്ക്ക് ഒരു വള ഗിഫ്റ്റായി നൽകി. അവർ നാളെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ആണ് വരിക. ഫുഡ് കഴിച്ചു നാളെ ഓഡിറ്റോറിയത്തിൽ കാണാമെന്ന് പറഞ്ഞു ലിൻഡയും ഇഷയും യാത്രയായി. ഒരുവിധം ആളുകളൊക്കെ കഴിച്ചു പോയിട്ടാണ് വീട്ടിലുള്ളവർ കഴിക്കാനിരുന്നത്. അമ്മമ്മയും അച്യുതനും ഷീജയും നീലിമയും നിലയും ജിതിനും നന്ദനും സീമയും പിന്നെ ഷീജയുടെ ആങ്ങളമാരും ഭാര്യമാരും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത്. നില നീലിമയ്ക്കും ജിതിനും ഇടയിൽ സ്ഥലം പിടിച്ചു. വായ കാണിച്ചേ. അമ്മമ്മ പറഞ്ഞ പോലെ നിന്നെ ഇനി ഇതുപോലെ അടുത്ത് കിട്ടാൻ നേരവും കാലവും നോക്കണ്ടേ. ജിതിൻ ഒരു ഉരുള ചോറ് നിലയ്ക്ക് നേരെ നീട്ടി. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ മുഖം വെട്ടിച്ചു. ഐ വീർപ്പിക്കല്ലേ, വാ തുറക്കല്ലേ. അവൻ അവളുടെ കവിളും തട്ടി. നില വാ തുറന്ന് അത് വാങ്ങിക്കഴിച്ച് പയ്യെ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് നോക്കി. കണ്ണൊക്കെ നിറച്ചിരിപ്പുണ്ട് നീലിമ. കണ്ണീർപ്പുഴയാക്കോ തായോ. നില അവൾക്ക് നേരെ വായ തുറന്നു. മൂക്കൊന്ന് വലിച്ചുവിട്ട് സങ്കടം അടക്കി നീലിമ അവൾക്ക് വാരി കൊടുത്തു. അതോടെ നിലയ്ക്കും കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ കൊച്ചിനെ വിഷമിക്കാതെ രണ്ടുപേരും കഴിച്ചു എഴുന്നേറ്റെ. ഷീജ നീലിമയെയും ജിതിനെയും കണ്ണുരുട്ടി നോക്കി. നില കഴിച്ചു കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്ത് നീലിമയുടെ റൂമിലേക്ക് എത്തി. വാവ നല്ല ഉറക്കമാണ്. ഷീജയുടെ ആങ്ങളുടെ മക്കളാണ് ഇത്ര നേരം വാവയ്ക്ക് കൂട്ടിയിരുന്നത്. നില ചെന്നതോടെ ഗുഡ് നൈറ്റ് പറഞ്ഞവർ കിടക്കാൻ നിലയുടെ റൂമിലേക്ക് പോയി. നില കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് നീലിമയും കിടക്കാനെത്തി. കുഞ്ഞിനും നിലയ്ക്കും നടുവിലായി കിടന്നവൾ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. തീർത്തും നിശബ്ദയായി കണ്ണു നിറച്ചു കിടന്നവളുടെ തലയിൽ നീലിമ തഴുകി കൊടുത്തു. അവളുടെ വേദന നീലിമയ്ക്ക് അറിയാനായി. അച്ഛനും അമ്മയും സന്തോഷത്തിൽ തന്നെയായിരിക്കും നില. നീ കരഞ്ഞാലാണ് അവർക്ക് വിഷമം. നീലിമ അവളുടെ കണ്ണൊപ്പി. നില തിരിഞ്ഞു ചേച്ചിയെ പൊത്തിപ്പിടിച്ചു. ഉറക്കം കണ്ണുകളെ തഴുകും വരെ ഈ വീട്ടിൽ ഒന്നിച്ചുണ്ടായ ഓരോ നല്ല നിമിഷങ്ങളും ഇരുവരുടെയും ഉള്ളിൽ തെളിഞ്ഞു നിന്നു. വീട്ടിലെ അവസാന ലൈറ്റും ഓഫ് ചെയ്താണ് ജിതിൻ കിടക്കാൻ വന്നത്. കല്യാണവും സദ്യയൊക്കെ ഓഡിറ്റോറിയത്തിലായതിനാൽ ഇനി ഇവിടെ വേറെ പരിപാടികളോ ഒരുക്കങ്ങളോ ഇല്ലായിരുന്നു. പരസ്പരം പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്ന ചേച്ചിയെയും അനിത്യയും സന്തോഷത്തോടെ അവൻ ഇത്തിരി നേരം നോക്കി നിന്നു. പിന്നെ അവരെ ഉണർത്താതെ പയ്യെ കുഞ്ഞിനപ്പുറം കുറച്ച് സ്ഥലമുണ്ടാക്കി അവിടെ കയറി കിടന്നു. ഇതേ സമയം നേരം ഒരുപാട് വൈകിയും വിശ്വത്തിന്റെ വീട്ടിൽ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ തന്നെയാണ് അവിടെ കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ. ഓടി നടന്നു ചെയ്യാൻ ആളുകൾ കുറെ ഉണ്ടെങ്കിലും ഒന്നിനും മാറി നിൽക്കാതെ വിശ്വത്തും എല്ലാത്തിനും കൂടെയുണ്ട്. നേരം ഒരുപാടായത് പ്രസന്നനാണ് നിർബന്ധിച്ച് അവനെ ഉറങ്ങാൻ പറഞ്ഞു വിട്ടത്.
ബെഡിലും ഉറക്കമില്ലാതെ കിടക്കുന്ന നേരം ഈ രാത്രി ഒന്ന് വേഗം കടത്തിവിടാൻ അവൻ കൊതിച്ചു. ഒരു സൈക്കിൾ തനിച്ചുരുട്ടാൻ പഠിച്ച പ്രായം തൊട്ടേ ഉള്ളിൽ കയറി കൂടിയവൾ നാളെ മുതൽ തനിക്ക് സ്വന്തം. അത് ഓർക്കെ തന്നെ അവന് കണ്ണു നിറഞ്ഞു. കാത്തിരിപ്പിൻ്റെ, വിരഹത്തിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ, അങ്ങനെ ആരും അറിയാതെ പോയ ഒരുപാട് വേദനകൾ കടത്തിവിട്ടിട്ടാണ് നാളെ എന്ന ദിവസത്തിലേക്ക് അവൻ എത്തി നിൽക്കുന്നത്. അതിൻ്റെ സന്തോഷം അവനെ ശ്വാസം മുട്ടിക്കും വിധമാണ്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.